ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചിറ്റയുടെ കല്യാണമാണ്. നമ്മളിന്ന് അങ്ങോട്ട് കാറിൽ പോകാൻ പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് കാണാം ഗായ്സ്. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, അതുകൊണ്ട് ഇപ്പം വന്നത്. അത് നമ്മളിന്ന് പോകാൻ പോകുന്നത് എന്തായിരുന്നു, ഈ ബൈക്കല്ല, ജിക്സർ. നമ്മളെന്നാൽ ഇനി അവിടെ ചെന്നിട്ട് കാണാം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, പക്ഷേ ഈ പ്രാവശ്യം സത്യത്തിൽ അവിടെ ചെന്നിട്ടാണ്. എന്നാൽ അവിടെ ചെന്നിട്ടാണ്. ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ എവിടെ എത്തിയേക്കുന്നത് നമുക്ക് മനസ്സിലായോ? ഇത് നമ്മളെ ഓഡിറ്റോറിയമാണ്. ഇതൊക്കെ നല്ല വിശാലമായ വലിയ ഓഡിറ്റോറിയമാണ്. എൻ്റെ സൈഡിൽ എൻ്റെ ചിറ്റപ്പനൊക്കെ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ എൻജിനീയേഴ്സിൽ നടക്കാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം. ഇതൊക്കെ ഗായ്സ്, നല്ല ക്യൂട്ട് സുന്ദരമായ സൂപ്പറായ സ്റ്റേജല്ലേ, നല്ല വലിയ സ്റ്റേജല്ലേ, സൂപ്പർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല സ്റ്റേജാണ്. ഞാൻ നിങ്ങളെ ഓഡിറ്റോറിയം ഫുള്ള് കാണിച്ചു തരാം. ഇതൊക്കെ ഇപ്പോൾ പുറകെ ഇച്ചിരി ആൾക്കാരെ കണ്ടില്ല, അതെൻ്റെ മാമായിരുന്നു, അതിൻ്റെ ക്ലിപ്പ് മിസ്സായി. അതുകൊണ്ട് കല്യാണപ്പള്ളിയെ കാണിക്കാം. ഇത് നോക്കി, ഇതാണ് കല്യാണപ്പള്ളിൻ്റെ കാറ്. നല്ല റെഡ് കളറുടെ കാറകത്ത് നല്ല കല്യാണപ്പള്ളി ഇരിക്കുന്നുണ്ട്. ഇതെൻ്റെ ചിറ്റ അതെനിക്ക് ചിറ്റപ്പനെ നോക്കണം. എന്തേ ഫോട്ടോഗ്രാഫ് എടുക്കുക, ഇപ്പം കാണിച്ചു തരാം. നല്ല വൃത്തിക്ക് ഫോട്ടോഗ്രാഫ് എടുക്കുക, സൂപ്പറാണ്. ഇതുകൊണ്ട് കല്യാണത്തിനടുത്ത് കല്യാണപ്പെണ്ണാണെങ്കിൽ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്തോട്ട് വന്ന് ഞങ്ങൾ നാരങ്ങളും കൊടുക്കും. നാരങ്ങൾ സൂപ്പറാണ് കേട്ടോ, എല്ലാം കുടിക്കണമായിരുന്നു. ഇപ്പം നമ്മൾ അതിന് പേരെന്തായിരുന്നു, കല്യാണപ്പെണ്ണിൻ്റെ കല്യാണച്ചപ്പൻ്റെ എൻഗേജ്മെൻറ്റ് ഫോട്ടോസൊക്കെ എടുക്കുക ഫാമിലീസിൻ്റെ ഒപ്പം. ഞങ്ങൾ അവിടെ ഇല്ലായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. നല്ല ക്യൂട്ടായ സ്റ്റേജിൽ നല്ല സെറ്റ് ഫോട്ടോ, വേറെ ലെവൽ ഫോട്ടോ ആയിരുന്നു. ഇത് നമ്മളാണെങ്കിൽ ഇപ്പം പോയില്ലേ, അത് നമ്മളെ എൻ്റെ അപ്പൂപ്പൻ്റെ അനിയനാണ്. നോക്ക്, ഞങ്ങളാണെങ്കിൽ ഇപ്പം നമ്മളെ സദ്യ വിളമ്പുന്ന സ്ഥലത്താണ്. സദ്യ വിളമ്പുന്ന സ്ഥലത്ത് സെറ്റ് സ്ഥലമാണ്. ഞങ്ങളിപ്പോൾ അടുത്ത സ്ഥലത്ത് ഞാൻ നിങ്ങൾ ഇപ്പം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്തെത്തി. ഫോട്ടോ എടുക്കുന്ന സ്ഥലം സൂപ്പറാണ്. അതാണെങ്കിൽ ഒരു സത്യത്തിൽ ഇപ്പോൾ ഈ വീട് മാറി വെച്ചെങ്ങാണ്ടേ ഉള്ളു, അതുകൊണ്ട് എനിക്ക് മനസ്സിലാത്ത. ഇത് ഒരു 3 മണിക്കൂറൊക്കെ ഉണ്ട്. രാവിലെ 8 മണിക്കൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നു. ഇപ്പോൾ താഴേക്ക് നല്ല ആൾക്കാരും എൻ്റെ അമ്മൂമ്മയുടെ അനിയത്തിയൊക്കെയാണ്. ഇപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്താണ്. ഇതാണ് ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ്. കല്യാണത്തിന് പെണ്ണും മാത്രമാണ് അവിടെ ഫോട്ടോസ് എടുക്കുക. മഞ്ഞ കളർ സാരി എടുത്താണ് എൻ്റെ പണ്ടത്തെ നഴ്സറി ടീച്ചർ, പണ്ടത്തെ ടീച്ചറാണ്. ആ ടീച്ചറുണ്ടായിരിക്കും ഇപ്പോൾ നല്ല മാർക്കൊക്കെ കിട്ടാൻ സാധ്യത. സൂപ്പർ ടീച്ചറാണ്. ഇപ്പോൾ വരുന്നത് വേണോ? ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾ പറയാൻ വന്നു. ഇപ്പം 2 മണിക്കൂറല്ല 3 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ കല്യാണപ്പെണ്ണും കല്യാണച്ചെറുക്കനാണെങ്കിൽ സദ്യ കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത സ്ഥലത്തോട് ഞാൻ നിങ്ങളിപ്പം കൊണ്ടുപോകാം. അതിന് ഇത് നിങ്ങൾ നോക്കണമല്ലോ, അവരവിടെ നല്ല സദ്യയില്ല. ഇപ്പം ഞങ്ങളാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് 4 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ടേബിളൊക്കെ ക്ലീൻ ആക്കിയിട്ട് മാമന്മാരുടെ ഒപ്പം ഇരിക്കുക. മാമൻ നോന്നൊന്നും പറയാം, യൂട്യൂബിൽ കയറിയ പേടിയാണ്, ഞാൻ വല്ല കാണിച്ചിട്ട് വല്ല മാമ എത്തുവാണ്. എൻ്റെ എഡിറ്റൊക്കെ അഴുക്കഴിക്കുന്ന ആദ്യമായിട്ട് ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്യുന്നത്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.